Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അർജുൻ്റെ വീടിൻ്റെ കാര്യവും പിന്നെ അവരുടെ ഓട്ടോൻ്റെ കാര്യവും എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനങ്ങനെ ഈ മനസ്സമാധാനം തേടിയുള്ള എൻ്റെ ആ ഒരു യാത്രയിലാണ്. ആക്ച്വലി മനസ്സമാധാനം തേടിയിട്ടല്ല, എൻ്റെ ജീവിതമാർഗം തേടിയുള്ള ആ ഒരു യാത്രയിലാണ്. പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ചേഞ്ച് എന്തായാലും വേണമെന്ന് തോന്നി. ആ ഒരു യാത്ര, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും. കുറേ കാലം പുറം ലോകമൊന്നും കാണാതിരിക്കുന്ന ആൾക്കാർക്ക് പുറം ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ ലോകം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും കുറേ കാലം ഈ പാലക്കാട് വിട്ട് എങ്ങോട്ടും തന്നെ പോവാത്ത ഒരാളായിരുന്നു. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഫ്ലൈറ്റിൽ കയറുന്നത്. വേറെ 1-2 ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഫുൾ സെറ്റപ്പായിട്ട് ഫുൾ സ്ക്രീനും കാര്യങ്ങളും കുറേ സീറ്റൊക്കെയുള്ള വലിയ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മനസ്സിൽ ഭയങ്കര ബേജാറും ടെൻഷനും ഒക്കെ പിടിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ. ഞാൻ പോകുന്ന കാര്യങ്ങൾ റെഡി ആവണേ പഠിച്ചോണേ, എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല, എല്ലാം ഒന്ന് സെറ്റാക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, പുറത്തുനിന്ന് സാധനമൊക്കെ കൊണ്ടുവരണം, പുറത്ത് ഇതുപോലെ ചൈന ഒക്കെ പോകണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോ, ഞാൻ കൂട്ടിയിട്ട് പോകും ഗൈസ്. വെറുതെ അല്ല കേട്ടോ. ഒരു 10 പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് നമ്മുടെ ടീം നിങ്ങളെ ചൈനയിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വേണമെങ്കിൽ വരുത്തേക്കാം കേട്ടോ. തൊണ്ട ശരിയായിട്ടില്ലേ, അതാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫ്ലൈറ്റിൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെമ്മീൻ കണ്ടപ്പോൾ വേവിക്കാത്ത പച്ച ചെമ്മീൻ പോലെ തോന്നി, പക്ഷെ അല്ല, അവർ ഈ പൊരിക്കൽ മറ്റത് മറിച്ച് അങ്ങനെയൊന്നും ഇല്ലാതെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളൊരു 3 ഫ്ലൈറ്റ് മാറി മാറി കയറിയിട്ടാണ് ചൈനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഭയങ്കര പൈസയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം നോക്കി വെച്ചോ, ഒരു പ്രത്യേകതരം ഒരു സാധനമായിരുന്നു. ഇതിൻ്റെ പച്ച എങ്ങനെ ഉണ്ടാവാമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കുക്ക് ചെയ്തതായിരുന്നു. ഇവരുടെ ഫുഡ് എന്ന് പറയുമ്പോൾ റൈസൊക്കെ കുറവായിരിക്കും, ബാക്കിയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇത് പപ്പായാണ്. ഒരു പ്രസൻറ്റേഷൻ കണ്ടില്ലേ, നല്ല ഭംഗി. പിന്നെ ഈ മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് എന്ത് രസമാണെന്നറിയോ, ഭൂമി പഠിച്ചോൻ എങ്ങനെയൊക്കെയാണ് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്. വെറുതെ ആണോ? നിങ്ങൾ യാത്രകൾ ചെയ്യൂ, നമ്മുടെ ഈ എങ്ങനെയൊക്കെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ കുറച്ച് പേര് ഇപ്പോൾ വരും, സിലു എങ്ങനെയാണ് പോയത്, ഒറ്റയ്ക്കാണോ പോയത്, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പെണ്ണിന് ഇപ്പോൾ വാപ്പല്ല, ആങ്ങളമാരില്ല, ഭർത്താവില്ല എന്ന് വെച്ചാൽ ആ പെണ്ണ് എങ്ങോട്ടും പോവാതെ ജീവിക്കണം എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയൊന്നല്ല. അതിനൊക്കെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ അടുത്ത ഫ്ലൈറ്റ്, അതായത് ഇതിന് തൊട്ട് മുമ്പ് കണ്ടത് ഒരു എയർപോർട്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. വീണ്ടും അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറി. ഇനിയാണ് നമ്മൾ ശരിക്കും ചൈനയിലോട്ട് പോകുന്നത് കേട്ടോ. ഇതും അതേ കമ്പനിയുടെ തന്നെ ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ അവർ രാത്രി ഇതേ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ കുറേ എന്തൊക്കെയോ ബിവറേജസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊക്കക്കോളയാണെന്നും പറഞ്ഞിട്ട് ഒരു കുപ്പി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബിയറൊക്കെ നിങ്ങൾ കുടിക്കുമോ എന്ന്. ബിയറായിരുന്നു. പിന്നെ ഇത് ഐസ്ക്രീമാണ്. എന്ത് ക്വാളിറ്റി ആണെന്ന് അറിയോ, അവരുടെ ഓരോ സാധനം. ഫുഡൊക്കെ നമ്മളൊക്കെ ശരിക്കും കഴിക്കുന്നത് ഏറ്റവും ലോക്കൽ സാധനമായിരിക്കും. മീൻസ് കുറേ പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചിട്ടും ഒക്കെ. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ, അത് ഞാൻ അപ്പം പറയാം ഫ്രൂട്ട്സ് കാണിക്കുമ്പോൾ. ഇതെന്താ സംഭവം എന്നറിയോ, നമ്മുടെ ഇവിടെയൊക്കെ എയർപോർട്ടിൽ എങ്ങനെ ഉണ്ടാവുള്ളൂ, ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഗൈസ്. നോക്കൂ, ബസ് സ്റ്റാൻഡ്. ഇവിടെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനും ഒക്കെയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഏത് രീതിയിൽ യാത്ര ചെയ്യാമെന്ന് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ വന്ന് നോക്കിയാൽ മതി. കാരണം കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവർക്ക് ആ സൗണ്ട് കേൾക്കും. ഈ കുട്ടികളുടെ ഉമ്മാക്കും ഒരു ടെൻഷൻ, ബേജാറ്. അപ്പോൾ അതില്ലാതെ സെപ്പറേറ്റ് ഒരു റൂമിൽ വെയിറ്റ് ചെയ്തിരുന്ന് അതിനുള്ള ഫുൾ സെറ്റപ്പ് നമ്മളൊക്കെ മോളിലൊക്കെ എല്ലാം അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്. പിന്നെ ഇതേ നോക്കിക്കേ, ഇവിടുത്തെ ബിൽഡിങ്സും ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ഒന്നും പറയാനില്ല. എന്താ പറയുക, ഒരു രാജ്യം എങ്ങനെ ആയിരിക്കണം, അവരുടെ
ജനങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാനും കാണാനും പറ്റുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചൈനയിലേക്ക് ആർക്കെങ്കിലും വരാൻ ഇതുപോലെ താല്പര്യമുണ്ട്, ഒരു ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ട്രിപ്പായിട്ടോ എന്തെങ്കിലും എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും വേണമെങ്കിലും വരാം. ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. നമുക്ക് ആ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം, പുതിയ ബിസിനസ്സൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ലൈഫിലൊരു പുതിയൊരു എക്സ്പീരിയൻസും ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മെയിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മളെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അവിടെ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഫുഡ് നമുക്ക് എല്ലായിടത്തും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഹലാലായിട്ടുള്ള ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതിലേക്ക് പോകണം. നമ്മളിപ്പോൾ പോയിട്ടുള്ളത് യുവു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ കൂടുതൽ മിനി ദുബായ് എന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരും അറബികളും ഒക്കെയാണ് വരുന്നത്. ഇവിടെ കുറേ ചൈനീസ് മുസ്ലിംസൊക്കെ ഉണ്ട്, അവരുടെ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മുടെ കൂടെ വേറെയും ആൾക്കാരുണ്ട്, തൃശ്ശൂരിൽ നിന്നൊക്കെയുള്ള ഒരു ആൻസൺ ചേട്ടനും പിന്നെ അവരുടെ കൂടെയുള്ള മറ്റേ ചേട്ടൻ്റെ പേര് മറന്നു, സോറി. ആ ഒരു വീഡിയോ കാണുമ്പോൾ പറയും അയ്യോ നമ്മുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന്. അവരിതുപോലെ സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ കാലമായിട്ട് ഇവിടെ കുറേ പ്രാവശ്യം വന്ന് കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ഫുഡൊന്നും നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ കളേഴ്സും അതിൻ്റെ പാറ്റേൺസും ഒക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. മിക്കവാറും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കൂടുതലും ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എൻ്റെ വേറൊരു ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊന്നും കാണിച്ചു തരാം. ഇത് അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ പോയപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ്. നമ്മൾ വിചാരിക്കും ചൈനീസുകാരുടെ ഫുഡൊക്കെ ഭയങ്കര മോശമാണെന്നൊക്കെ, പക്ഷേ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് അവരാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത്. ഈ ഫ്രൂട്ട്സൊക്കെ എന്ത് ഫ്രഷും എന്ത് ടേസ്റ്റാണെന്നറിയോ, പഞ്ചസാര കലക്കി വെച്ച പോലെ ഉണ്ടാവും. ഇവർ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അതിനെ കവർ ചെയ്യും അത്ര. അപ്പം പിന്നെ അതിലേക്ക് പെറ്റ്സ് കയറി വരാനോ അതിൽ പിന്നെ പെസ്റ്റിസൈഡ്സ് അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഒരു ചൈനീസ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവളെ കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നിങ്ങൾ കാണുന്നത്. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സെയിം ഏജാണ്, പക്ഷേ കണ്ടാൽ അത്രയ്ക്കും ഫ്രഷായിട്ട്, മീൻസ് അവരുടെ സ്കിന്നൊക്കെ എന്ത് ഹെൽത്തിയാണെന്നറിയോ. ബിക്കോസ് അവർ ഈ കഴിക്കുന്ന ഫുഡ് അത്രയും നല്ലതാണ് കേട്ടോ. നമുക്ക് കാണുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നും, പക്ഷേ ആ ഫുഡിൻ്റെ അതിൻ്റെ തനതായിട്ടുള്ള ആ ഒരു ടേസ്റ്റിലായിരിക്കും അവരുണ്ടാക്കുന്നത്. നമ്മളെപ്പോലെ കുറേ മസാലകൾ വാരി കൂട്ടിയിട്ട് വേറൊരു രീതിയിലേക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അവിടുത്തെ തക്കാളീൻ്റെ സൈസ് കാണിച്ചു തന്നാണ്. എൻ്റെ ഒരു കൈൻ്റെ ഫുൾ സൈസ് ഉണ്ട് കേട്ടോ, നല്ല വലുതായിട്ട്. ഇതൊന്നും തന്നെ ഒരു കുത്തോ പുള്ളിയോ പറഞ്ഞ പോലെ ഒരു സംഭവം അതിലുണ്ടാവില്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ലോങ് ആൻഡ് ഫ്രൂട്ടില്ലേ, നമ്മൾ ലിച്ചി എന്ന് പറയുന്നത്, അതിനെ ഡ്രൈ ആക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഈത്തപ്പഴം, അതിൻ്റെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളും കൂടെ ഇതുപോലെയുള്ള ഞാൻ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കണ്ടവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്നെപ്പോലെ ഇതിനു മുമ്പ് കാണാത്തവർക്കും വേണ്ടി കാണിക്കാനും വേണ്ടിയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം അതിനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പറ്റുന്നത് മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ധാന്യവർഗ്ഗങ്ങളും മറ്റതും മറിച്ചതും അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തൊക്കെയോ പുതിയ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം തന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പോലുമില്ല. പിന്നെ ഞാൻ നേരത്തെ ഒരു സംഭവം കണ്ടിട്ട് നോക്കി വെച്ചോ എന്ന് പറഞ്ഞില്ലേ, ഫ്ലൈറ്റിൽ ഒരു കുഴന്ന് എന്തോ ഒരു സംഭവം കേട്ടോ. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നറിയില്ല. അത് ഈ ഒരു സാധനം വേവിച്ചിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് ഞാൻ അത് വാങ്ങിയിട്ട് വരണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫുഡ് ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് മധുരത്തിലും ഇട്ട് ജ്യൂസാക്കിയും കഴിക്കാം, അല്ലെങ്കിൽ വിനീഗർ ഇട്ട് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ നമുക്കിങ്ങനെ ലൈവായിട്ടുള്ള മീൻ, അതായത് സീ ഫുഡ്സൊക്കെ കിട്ടും. ചെമ്മീനല്ല, അതിൻ്റെ പേര് വേറെന്തോ ആണ്. അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ മീൻ ഒക്കെ ലൈവായിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് എന്താണോ വേണ്ടത് ആ സമയത്ത് അത് പോയി എടുക്കാം. ഇപ്പം ഞാൻ തിരഞ്ഞു പോകുന്നത് ഇവിടെ ഒരു പട്ടിക്കുട്ടീനെ കണ്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ പട്ടിക്കുട്ടിക്ക് ഡയപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ.
അതായത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവർ പരിസരമൊന്നും വൃത്തികേടാക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ബിസിനസ് മീറ്റിങ്സ്, നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ, അതൊക്കെ വേറെ വീഡിയോയിലിടാം. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് വേണ്ട പറയണ്ട. അപ്പോൾ അവരെ കാണാനും വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്, ആ മീറ്റിങ്ങിനും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അതായത് ഇവിടെ റോഡ് എങ്ങനെയാണെന്ന് അറിയാൻ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്, വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനൊരു റോഡ്, പിന്നെ ബൈക്കിന് പോകാനൊരു സൈഡിൽ ചെറിയൊരു റോഡുണ്ട്, പിന്നെ ഇപ്പുറത്ത് കാൽനട യാത്രക്കാർക്ക് ഒരു ചെറിയൊരു റോഡുണ്ടാവും. ഇത് വന്നിട്ട് നടക്കുന്ന ആൾക്കാർക്ക്, അതായത് രാവിലെ വാക്കിംഗ് ഒക്കെ ഉണ്ടാവില്ല, അതിന് ഒരു ഗാർഡൻ പോലെ, നമ്മുടെ ഇവിടെയൊക്കെ പാർക്കിലാണ് ഉണ്ടാവുക, ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ 1-2 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു വൈബായിരുന്നു. പിന്നെ യുവൂല് നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലെ ഉണ്ടാവും. നമ്മളിപ്പോൾ പോകുമ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. സ്നോ ഒക്കെ വരുന്ന സമയമൊക്കെ ഉണ്ട് അത്രേ. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയോ. ഇവിടുത്തെ ഗവൺമെൻറ്റും അത്രയും എല്ലാം ഓരോന്നും നോക്കി നോക്കി ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ ജനങ്ങളും അവരുടെ രാജ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചൈനയുടെ പുരോഗമനത്തിന് ഞാൻ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ലേഡീസിന് ചെയ്യാൻ പറ്റില്ല, ലേഡീസിന് ചെയ്യേണ്ടതല്ല ഈ ജോലികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന കുറേ ഏരിയാസ്. അതായത് ഈവൻ നമ്മൾ ഈ കാറിൻ്റെ ടയറൊക്കെ മാറ്റുന്ന മെക്കാനിക് ജോലി അടക്കം ഈസി ആയിട്ട് ലേഡീസ് അവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ കണ്ടത് അവിടുത്തെ ഒരു പോലീസായിരുന്നു, റെയിൽവേ പോലീസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു യെല്ലോ ലൈനിൻ്റെ അപ്പുറത്തേക്ക് ആരും കടക്കാതിരിക്കാൻ അവരെപ്പോഴും വിജിലൻ്റായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ച് പറയും. നമ്മൾ കുറച്ചെങ്കിലും അങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ അവർ വിളിച്ച് ചീത്ത പറയും. ചീത്തയല്ല, അവർ സംസാരിക്കണ കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പോലീസാണെന്ന് തോന്നുന്നു, പോലീസോ എന്തോ ഒരു സംഭവം. അവരുടെ യൂണിഫോമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവർ വന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്തൊരു വലിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, കുറേ ദൂരെയാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നമ്മുടെ ഇന്ത്യയിലൊരു 3 ദിവസം യാത്ര ചെയ്തിട്ട്, അതായത് കേരളത്തിൽ നിന്ന് ഡൽഹി പോകണമെങ്കിൽ 3 ദിവസം യാത്ര ചെയ്യണ്ടേ. അത് വന്നിട്ട് അവിടെ ഒരു 6 മണിക്കൂറൊക്കെ മതി അവിടുത്തെ നോർമൽ ട്രെയിന്. അതല്ല സ്പീഡ് ട്രെയിന് കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പെട്ടെന്ന് എത്തും, അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതിലേക്ക് കയറുമ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും സിലു ഫുള്ള് ഫുഡ് കഴിച്ച് ഓടി ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നു എന്നുള്ളത്. കുറേ പ്രാവശ്യം പട്ടിണി കിടന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ, നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കുകയാണെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു നോർമൽ ആൾക്കാരെ പോലെ. ഇതൊക്കെ വ്ളോഗ് ചെയ്യണം, നിങ്ങളെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. പിന്നെ ഇവിടെ ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വാങ്ങാനായിട്ട് പറ്റില്ല. കാരണം അതിൽ ഈ പന്നീടോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ളത് ഞാൻ ഗൂഗിൾ ലെൻസ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ വായിച്ചിട്ടൊക്കെയാണ് വാങ്ങുക. അങ്ങനെ എന്ത് ചെയ്തു, ഒരു നൂഡിൽസ് പിന്നെ ജ്യൂസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കടല വന്നു, അപ്പോൾ കടലയും വാങ്ങി. പിന്നെ വെള്ളം വന്നു, അപ്പോൾ അങ്ങനെ വെള്ളവും വാങ്ങി. അങ്ങനെ ഓപ്പോസിറ്റുള്ള കുട്ടി നല്ല അടിപൊളി KFC തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാൾ KFC തിന്നുമ്പോഴുള്ള ഒരു വികാരം ഉണ്ടല്ലോ. അങ്ങനെ ഈ നൂഡിൽസ് കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു കിട്ടാം. എന്നിട്ട് നമ്മൾ വിചാരിക്കും നൂഡിൽസ് കിട്ടി എങ്ങനെയാണ് പഠിച്ചോനെ, ഇത് ആ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൽ അതാണ്, നല്ല ചുടുവെള്ളം വേണം. അപ്പോൾ പിന്നെ തോന്നി എന്തായാലും നൂഡിൽസ് വെക്കുന്നുണ്ടെങ്കിൽ ചുടുവെള്ളം ഇതിനകത്ത് ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ആക്ഷൻ കാണിച്ചു, അപ്പുറത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ അവരുടെ ആക്ഷൻ പോലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ, അങ്ങനെയായിരിക്കും. എന്നിട്ട് ഒരു പോലീസിൻ്റെ പുറകെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചുടുവെള്ളം ഉള്ളൊരു സ്ഥലം കണ്ടെത്തിയത്. അങ്ങനെ ചുടുവെള്ളം അതിലേക്ക് ആക്കാൻ നോക്കിയപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. എൻ്റെ കയ്യിൽ ഫോണും ഇതും എല്ലാം കൂടെ അവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന്. അതായത് ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വന്നിട്ട് സീ ഫുഡ് നൂഡിൽസാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ കുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രേവി പോലൊരു സാധനമുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം അതിൻ്റെ കൂടെ വരുന്നത് ഒരു പൗഡറാണ്. ആ പൗഡറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. പിന്നെ ഞാൻ പോയിട്ട് നല്ല നല്ല ചൂടുണ്ട് കേട്ടോ, നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ചൂടിലൊന്നല്ല, നല്ല ചൂടിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ഹീറ്റായിട്ടുള്ള സംഭവമാണ്. എനിക്ക് പേടിയുണ്ടായിരുന്നുണ്ട് കയ്യിലേക്ക് ആവുമെന്നുണ്ട്. കാരണം ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ചെയ്യുന്നത്.
അങ്ങനെ ആ ഒരു വര കാണുന്നില്ലേ, അതുവരെ നമ്മൾ ചൂടുവെള്ളം ഫില്ല് ചെയ്യണം. അപ്പം അങ്ങനെ വര ആവുന്ന മിനിക്ക് ഞാൻ വേഗം ക്ലോസ് ചെയ്തു, കാരണം കയ്യിൽ ചുന്തോ എന്നുള്ളത് പേടിച്ചിട്ട്. ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റാണ്. കുറേ ഇന്ത്യക്കാരുണ്ടായിരുന്നു, പിന്നെ ബംഗ്ലാദേശുകാരുണ്ടായിരുന്നു, പുറത്തുനിന്ന് പാകിസ്ഥാനീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പോയൊരു സമയം എന്ന് പറയുന്നത് കാൻഡൻ ഫെയർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കുറേ ഫോറിനേഴ്സ് ചൈനയിലേക്ക് ഇങ്ങനെ ഒഴുകി നടക്കും. കാരണം അവിടെ പോയിട്ടുള്ള അവരെ പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇന്നോവേഷൻസും ഒക്കെ കാണാനും വേണ്ടിയിട്ട്. പിന്നെ അതേ ഞാൻ നൂഡിൽസ് കഴിക്കുന്ന സ്റ്റൈൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്തോളം ഇങ്ങനെ കഴിക്കണമെന്നുള്ളത്. അങ്ങനെ അത്യാവശ്യം വിശപ്പൊന്നും ഒതുങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ രാത്രി ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരും എന്നുള്ളത്. എന്തെങ്കിലും ലേസ് പോലെ എന്തെങ്കിലും ട്രെയിനിൽ വരികയാണെങ്കിൽ വാങ്ങാമെന്ന്. പക്ഷേ ട്രെയിനിൻ്റെ വൃത്തി ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വരൂലായിരിക്കും, നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ താഴെയൊക്കെ കുറേ വേസ്റ്റൊക്കെ കിടക്കുമല്ലോ എന്ന്. പിന്നെയാണ് സംഭവം മനസ്സിലായത്, ഈ ഓരോ 1 hour കൂടുമ്പോഴും ട്രെയിന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ടും അവിടെ അതിനും വേണ്ടിയിട്ട് മാത്രം എന്താ പറയുക ജോലിക്കാർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓരോന്ന് വിൽക്കാൻ വരുന്നില്ലേ, നമ്മുടെ ഇവിടെ വരുന്ന എല്ലാവർക്കും അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല. ഈ ഒരു നൂഡിൽസ് രാത്രിയായപ്പോൾ വാങ്ങിച്ചതാണ്, പക്ഷേ വേസ്റ്റ് ആയിരുന്നു, അവിടെ അപ്പുറത്തന്നെ വെറുതെ വെച്ചു. കടല വന്നിട്ട് നമുക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ്, ഫുള്ളായിട്ട് റോസ്റ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനിൻ്റെ ഒരു കഥ ഒരു വേറെ തന്നെയാണ്. അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഞാനിടാം കേട്ടോ, അതിലെങ്ങനെയാണ് സെറ്റപ്പ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കമ്പനി വിസിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വിസിറ്റും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല അടിപൊളി ഫുഡ് വാങ്ങിത്തരും. നല്ല അടിപൊളി ഫുഡായിരിക്കും. എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒന്നല്ല, നല്ല മനുഷ്യന്മാരാട്ടോ ചൈനക്കാർ. ഫുഡ് വാങ്ങി തന്നുകൊണ്ട് പറയുമല്ലോ മൊത്തത്തിൽ. അപ്പോൾ ഇതേ ഫസ്റ്റ് വന്നിട്ട് ചിക്കനാണ് വന്നിട്ടുള്ളത്. നല്ല തൊലിയോടെയുള്ള ചിക്കനും കുറച്ച് സോസ് സംഭവങ്ങളൊക്കെ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തോന്നുമോ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്? പുഴുങ്ങിയ ചിക്കനാണ്, പക്ഷെ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. പിന്നെ ഈ ഒരു സാധനം അവരുടെ റൈസ് നൂഡിൽസാണ്. അതിലേക്കുള്ള ഒരു മസാലയ്ക്ക് പകരം ഒരു സോസാണ് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ സത്യം പറയാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചൈന ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ ചിലപ്പോൾ ചൈനയ്ക്ക് പോകണമെന്ന് തോന്നും. അത്രയ്ക്കും ഡിഫറെൻ്റായിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയ രീതിയിൽ ഫുഡുകൾ കഴിക്കാൻ പറ്റും. പക്ഷേ ചില റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടതിലും കിട്ടിയാലും ഒക്കെ വാരിപ്പിടിച്ച് ഈ പന്നി എടുത്തിടും. അത് സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ പോകുന്നത് നമ്മളെ ഇവർ കൂട്ടിയിട്ട് പോകുന്നത് സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലായിരിക്കും. അവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യത്തിൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതെ ഇപ്പുറത്തേക്ക് നിന്നാണ് സബ്രീന. സബ്രീന അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഒരു കമ്പനിയിലത്തെ മാനേജറാണ് ആൾ. മാനേജറാണോ, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനും വേണ്ടിയിട്ടുള്ള ആൾ. അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല, ചൈനീസ് ആയിരിക്കും ഈ ഓണർമാർക്കൊക്കെ അറിയുന്നത്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനും വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. സബ്രീന അവിടുത്തെ സ്റ്റാഫാണ്. നല്ല ക്യാരക്ടറുള്ള നല്ലൊരു കുട്ടിയാണ് കേട്ടോ. എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും അവൾ അവിടുന്ന് ചെയ്തു തരുമായിരുന്നേ. അപ്പോൾ സബ്രീന എനിക്കിങ്ങനെ ഓരോന്നായിട്ട് ഓരോ ഫുഡ് പരിചയപ്പെടുത്തി തന്നത്, വിളമ്പി തന്നത്, എങ്ങനെ കഴിക്കാമെന്നൊക്കെ കാണിച്ചും തരും കേട്ടോ. മീൻ വന്നു, പിന്നെ ചീര വന്നു, നമ്മുടെ ഭാഷയിൽ തന്നെ പറയാം. പിന്നെന്താ, ഇത് ഓയിസ്റ്ററാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതോടുകൂടെ എനിക്ക് സെറ്റായില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കഴിക്കൂല എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വയറ് വാങ്ങിച്ചിട്ട് കിടന്നാൽ പിന്നെ നല്ല രസം ഉണ്ടാവുമല്ലോ എന്നിട്ട്. ഈ മീനും പുഴുങ്ങിയതാണ്. എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ. നമ്മുടെ അവിടെ ആരെങ്കിലും പുഴുങ്ങി കഴിക്കുമോ? പിന്നെ ആദ്യത്തെ സോസ് ഞാൻ നമ്മുടെ കറിയാക്കി അങ്ങോട്ട് കൂട്ടി നാടൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ ചീര, ചോറ്, ചെമ്മീൻ, മീൻ ആ ഒരു രീതിയിൽ കൈ കൊണ്ട് തന്നെ കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൈ കൊണ്ട് കഴിക്കുന്നത് ഒരു വൃത്തിയില്ലായ്മയായിട്ടാണ് കേട്ടോ തോന്നുക. ഇവരൊന്നും കൈ കൊണ്ട് തൊടൂല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരും. അപ്പോൾ സബ്രീനൊക്കെ എന്നെ അറിയുന്നതുകൊണ്ട് സബ്രീന എന്ത് ചെയ്ത് എനിക്ക് വെറ്റ് ടിഷ്യൂ തന്നു. ഇവിടെ കൈ കഴുകാനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല, അതിന് പകരം വെറ്റ് ടിഷ്യൂ ഉണ്ടാവും. അപ്പോൾ വെറ്റ് ടിഷ്യൂ തന്ന് കൈയൊക്കെ ക്ലീനാക്കി അങ്ങനെ നമ്മളിറങ്ങി. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ ഏത് സ്ഥലത്തേക്കാണ് പോണത്, എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നു പോയിട്ടാ. ഇത് ഗ്വാൻസോ ആയിരുന്നു. യുവൂന്ന് നമ്മൾ അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഗ്വാൻസോ പോയത്. ഗ്വാൻസോയിൽ നമുക്ക് കാൻഡൻ ഫയർ കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് പറയേണ്ട അടുത്ത ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബിൽഡിങ്സാണ്. എന്ത് രസത്തിലാണെന്നറിയോ ഓരോന്നും ചെയ്തിട്ടുണ്ടാവുക. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് മൊത്തം ലൈറ്റായിരിക്കും. അതായത് ഇത്രയും ഹൈറ്റിലൊക്കെ ഈ നീളത്തിലുള്ള മറ്റേ പ്രൊഫൈൽ ലൈറ്റ്സ് ഉണ്ടാവില്ലേ,
അത് ഫുള്ളും സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ തന്നെ നല്ലൊരു വൈബായിരിക്കും. പിന്നെ അതുപോലെ ഇവരുടെ റോഡിൽ മണ്ണ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല, ഫുൾ ടൈലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇവരുടെ വീടുകളൊക്കെ ഫുള്ളും പുറത്തും പെയിൻ്റ് ആയിരിക്കില്ല, ടൈലായിരിക്കും. അതുകൊണ്ട് തന്നെ പൂപ്പലോ പായലോ പോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്ര കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്സ് കണ്ടാലും നമുക്ക് പുതിയതായിട്ടേ തോന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ പോയപ്പോൾ ഹോട്ടൽ മാറിപ്പോയി, അതൊരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഒരു ദിവസത്തിന് വെറും 45,000 രൂപ മാത്രമേ ഉള്ളൂ അവിടെ താമസിക്കാൻ. അങ്ങനെ അതിനുശേഷം നമ്മൾ ക്യാൻഡൻ ഫയറിന് പോകാൻ അടുത്തുള്ള ഒരു സ്ഥലത്തിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വൈബായിരുന്നു അവിടെ കേട്ടോ. ക്യാൻഡൻ ഫയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ മാനുഫാക്ചേഴ്സിനെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മാനുഫാക്ചേഴ്സ് ആയിരിക്കില്ല, ഇടനിലക്കാരായിരിക്കും. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വരാൻ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയതുകൊണ്ടോ ഒന്നും ശരിക്കും പറ്റില്ല കേട്ടോ. അതിന് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോവുകയാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ ഫോണിൽ കുറേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ആക്ച്വലി യുവത്തെ സംഭവങ്ങളാണ്. ഇത് യു അല്ല, ഇന്ത്യനെ പോലെ അല്ല. ചൈന ഒരുപാട് വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളും അത്രയും ദൂരമായിരിക്കും. നമ്മൾ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ട്രാവൽ ചെയ്തിട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ റോഡും അവരുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ നല്ലോണം വിപുലീകരിച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ പാലക്കാട് ജീവിച്ചുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തിൽ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പോയി വരാൻ പറ്റുമോ? പക്ഷെ അവിടെ പറ്റും. നമ്മുടെ സെബ്രീനയുടെ വീട് എന്ന് പറയുമ്പോൾ അതുപോലെ ദൂരത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റവ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ പുതിയ ലഞ്ച് ബോക്സസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഇറക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് എത്രയും പെട്ടെന്ന് തന്നെ ലോഞ്ച് ആവും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം. നമ്മുടെ പ്രൊഡക്ട്സൊക്കെ സെയിൽ ചെയ്യാനും ബാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ പ്രൊഡക്ട്സ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ മാസവും ഓരോ പുതിയ പ്രൊഡക്ട്സ് ഇറക്കാമെന്നാണ് ഇൻഷാല്ല വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ഇൻഷാല്ല ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.